ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിതൂസ് ടേസ്റ്റി ഫുഡ്. ഇന്ന് അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറിയാണ് തയ്യാറാക്കുന്നത്. ഇത് അങ്കമാലിക്കാർ കല്യാണ തലേന്നൊക്കെ മെയിനായിട്ട് വിളമ്പുന്ന ഒരു വിഭവമാണ്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത മാങ്ങ ചേർക്കാം. തൊലിയെല്ലാം കളഞ്ഞെടുത്തതാണേ. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് നല്ലപോലെ തന്നെ ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. നമുക്കിതിലേക്ക് ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. 2 പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ ഒരു നല്ലൊരു സ്മെല്ല് വരും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി 2-ാം പാലാണ്, തേങ്ങയുടെ 2-ാം പാൽ ഒരു 2 കപ്പുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സവാള വേവുന്ന വരെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഇത് നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാള ഒന്നുകൂടി നന്നായിട്ടൊന്ന് വെന്ത് വരണം. കാരണം മാങ്ങയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ സവാളയും ഈ പച്ചമുളകും എല്ലാം നല്ലപോലെ തന്നെ വെന്ത് വന്നതിന് ശേഷം മാത്രം മാങ്ങ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതപ്പോൾ നല്ല തേങ്ങാപ്പാലൊക്കെ വറ്റി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മൾക്ക് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മാങ്ങ ചേർത്ത് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാരണം നമ്മൾ മാങ്ങയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് വരും. അതുകൊണ്ട് തന്നെ അധിക സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതപ്പോൾ അത് നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. ഇനി അധിക സമയം വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങയൊക്കെ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തേങ്ങയുടെ നല്ലൊരു കട്ടി പാൽ 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ 1-ാം പാൽ ചേർത്തതിന് ശേഷം അധിക സമയം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ചട്ടിയിലായതുകൊണ്ട് തന്നെ ഒന്നിങ്ങനെ ഇരുന്ന് തിളച്ച് വന്നോളും. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ 1-ാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ ചട്ടിയുടെ ആ ചൂടിൽ തന്നെ ഇരുന്നിട്ട് ഇതൊന്ന് വെന്തോളും. നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഉപ്പെല്ലാം കറക്റ്റാണ്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി 2 ടേബിൾ സ്പൂൺ ഉണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാങ്ങക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള അങ്കമാലിക്കാരുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടേസ്റ്റും മണവും ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ഉള്ളിയൊക്കെ വറുത്തെടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു മണമാണ്. പിന്നെ തേങ്ങാപ്പാലിൽ ആ മാങ്ങയൊക്കെ വെന്ത് വന്നതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്